ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇവിടെ ചോദിച്ചു കേട്ടില്ലേ സത്യ ആരുടെ മോളാണെന്ന്? ശാലിനിയുടെ. അപ്പോ സത്യയുടെ അച്ഛനാരാ? എന്റെ ഭാര്യയാണല്ലോ ശാലിനി. അപ്പൊ സത്യ എന്റെ മോളായിരിക്കുമല്ലോ. ഇതാരെഴുതി? ഇതാരിവിടെ കൊണ്ടുവന്നിട്ടത്? ഇത് രാഘവേട്ടനാണോ? രാഘവേട്ട, രാഘവേട്ട, രാഘവേട്ട. സുബേർക്കയുടെ വീട്ടിൽ പോയിരുന്നു. അപ്പോഴേ വീടൊഴിയേണ്ട കാര്യം പറഞ്ഞേ. അപ്പൊ അതൊന്ന് പറഞ്ഞിട്ട് വന്നതാ. നിനക്കിപ്പം വീടൊക്കെ ആയല്ലോ, ഇനി ഞങ്ങളുടെ കാര്യമല്ലേ. അതിനെന്തെങ്കിലും ഒരു വഴി ഈശ്വരനുണ്ടാക്കും. ആരുമില്ലാത്തവർക്ക് ഈശ്വരനാ തുണ. അച്ഛനെന്ത്? എന്തിനാ? താമസം മാറുന്ന വീട്ടില് പാല് കാച്ചി കർമ്മം നടത്തി താമസം തുടങ്ങണമെന്നുണ്ട്. അമ്മയച്ഛനും കൂടി വന്നിട്ട് പാല് കാച്ചണം. എല്ലാ കാര്യങ്ങളിലും മുന്നിട്ട് നിൽക്കുന്നത് നിന്റെ ഭാര്യയുടെ അമ്മയാണല്ലോ, ശാരദ. അവരോട് വന്ന് പാല് കാച്ചി തരാൻ പറഞ്ഞാ മതി. അമ്മേ, അതേ നടക്കൂ. അങ്ങനെ തന്നെ അങ്ങ് ചെയ്താ മതി. പക്ഷെ പാല് കാച്ചി തരണം. പക്ഷെ അമ്മ, എടാ മോനെ, ഏതെങ്കിലും ഒരു കടയെന്നേ ഒരു കവർ പാൽ അങ്ങോട്ട് മേടിക്കണം. എന്നിട്ടേ നീയും നിന്റെ ഭാര്യയും മക്കളും കൂടെ ആ പാലങ്ങ് കാച്ചണം. എടാ, ഒരാളെയും വിളിക്കില്ല. നിങ്ങളുടെ സന്തോഷവാ ആ വീട്ടിൽ വേണ്ടുന്നതേ. പിന്നെ അനുഗ്രഹം അതിപ്പോ വന്നു തരണം നിർബന്ധമൊന്നുമില്ല. യോഗം ഉണ്ടെങ്കിലേ അതെവിടെ നിന്നാലും കിട്ടും. നിങ്ങളുടെ ഈ ഉപദേശം ഇവൻ ഇങ്ങനെ പാറ പറന്നലാക്കിയത്. ഇതുവരെ ഇവൻ ലക്ഷ്യബോധമില്ലാതെ നീ ഇപ്പൊ ഈ പറഞ്ഞ പാറാപ്പന്തലോടെ നടക്കുമായിരുന്നല്ലോ. ഇപ്പോഴാ അവൻ അവന്റെ ജീവിത ലക്ഷ്യം മനസ്സിലാക്കി ജീവിക്കാൻ വേണ്ടി പോകുന്നതേ. അനുഗ്രഹിക്കണം ഭാമേ. മക്കളെ നല്ല രീതിയിൽ ജീവിച്ചു കാണാൻ ആഗ്രഹിക്കുന്ന അമ്മമാരെ ഇങ്ങനെ കടുംപിടുത്തൊന്നും പിടിക്കത്തില്ല. എന്റെ തീരുമാനം ഞാൻ ആലോചിച്ചെടുത്തോളാം. ആ തീരുമാനങ്ങൾക്ക് മാറ്റം വരണമെങ്കിൽ ഞാൻ തന്നെ തീരുമാനിക്കണം. മക്കളെ, നീയേ ഞാൻ പറഞ്ഞ പോലെ തീരുമാനം എടുക്കും. അവളെ തീരുമാനം ഇട്ടിരിക്കട്ടെ. ഭാമേ, ഒരേ ഒരു ജീവിതമേ ഉള്ളൂ. ആ ജീവിതത്തിൽ സുഖവും സന്തോഷവും പിന്നെ ഇതുപോലുള്ള അസുലഭ നിമിഷങ്ങളും ആസ്വദിച്ച് മുന്നേറുന്നതാ ഒരു മനുഷ്യൻ അവനവനോട് ചെയ്യുന്ന ഏറ്റവും വലുതും നല്ലതുമായ സൽപ്രവൃത്തിയെ. അതിനൊന്നൊരു അവസരം കൊടുക്കാതെ ഇല്ലാത്ത കാരണങ്ങൾ പറഞ്ഞ് വാശി കാണിച്ച് നീ തകർക്കുന്നതേ നിന്റെ ജീവിതം മാത്രമല്ല, നിന്നെ ആശ്രയിച്ച് കഴിയുന്ന ജീവിതം കൂടിയാ. ഇടയ്ക്കെങ്കിലുമൊക്കെ ഇതൊക്കെ നോർത്താൻ നല്ലതാ. മക്കളെ, നീ ചെല്ലടാ. ചെന്നേ അച്ഛൻ പറഞ്ഞോളെ ചെയ്. ഓ, ഞാനിപ്പോ പോവച്ച.
വിഷ്ണു, നിൽക്ക്, വണ്ടി എടുക്കാൻ വരട്ടെ. സത്യ ആരുടെ മോളാ? ഇവിടെ ചോദിച്ചു കേട്ടില്ലേ സത്യ ആരുടെ മോളാണെന്ന്? ശാലിനിയുടെ. അപ്പോ സത്യയുടെ അച്ഛനാരാ? എന്റെ ഭാര്യയാണല്ലോ ശാലിനി. അപ്പൊ സത്യ എന്റെ മോളായിരിക്കുമല്ലോ. ഇതിപ്പോ എന്താ എത്ര ചിന്തിക്കാനുള്ളത്? ഭാമേ, നിനക്ക് എന്താ പറ്റിയേ? ഇതാരെഴുതിയതാ? വിഷ്ണുവിന്റെ മകളാണ് സത്യ. ഇതാരെഴുതിയതാ? ഇതേതോ സ്കൂൾ കുട്ടി എഴുതിയ പോലെ ഉണ്ടല്ലോ. ഇതേ എനിക്ക് നമ്മുടെ റൂമിൽ നിന്ന് കിട്ടിയതാ. റൂമിനാ? ഇത് നിങ്ങൾ എഴുതിയതാ. അതിന് തെറ്റ കൈക്ഷരാന്നോ? അല്ലല്ലേ, ഇത് മറ്റാരുടെ നിന്നെ കളിപ്പിക്കാൻ വേണ്ടി എഴുതിയതാ. നിങ്ങൾ അച്ഛനും മകനും എന്റെ മുന്നിൽ ഒരുപാട് നാടകം കളിക്കുന്നുണ്ട്, ഒരുപാട് നുണകളും പറയുന്നുണ്ട്. പക്ഷെ ഒരു ദിവസം ഞാൻ ഈ കള്ളക്കളിയൊക്കെ കണ്ടുപിടിക്കും. ഭാമയെ പറയുന്നത് സത്യഭാമ. എന്നാലും അതാരായിരിക്കും ആ കത്തെഴുതിയത്? വിഷ്ണുവിന്റെ മക്കളാണ് സത്യം.